ബ്യൂട്ടിഫുൾ ഹൗസ്. പട്ടിയുണ്ടോ? അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. ഇത് സുമിയുടെ ഫാം ഹൗസാ? അല്ല, ഇതെന്റെ വീടാ. അല്ല, അത് അമ്മ ഇച്ചിരി പ്രശ്നമാ, ഒന്നും തോന്നല്ലേ. ഒട്ടാണോ? വലത് കാല് വെച്ച് കയറ. അമ്മേ, മോള് നേരത്തെ എത്തിയോ? ഇതാരാ കൂടെ ഉള്ള കൊച്ച്? മോളുടെ കൂടെ ജോലി ചെയ്യുന്നതാ? തീരെ വയ്യ മോനെ, അതാ കിടക്കുന്നത്. ഒന്നും തോന്നല്ലേ. മോൻ സുമിനെ കൊണ്ടാക്കാൻ വന്നതാ? അമ്മ ഇതെന്റെ ഭർത്താവാ. ഓ, ഞങ്ങള് കല്യാണം കഴിച്ചു. നീ എന്താടി പറഞ്ഞത്? നീ കൊച്ചിനെ കെട്ടിന്നോ? നീ സ്കൂളിൽ പോകുന്ന വഴിക്ക് ഇവനെ പിടിച്ചോണ്ടോന്നാണോ? നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് ഇവനെ ഇങ്ങോട്ട് കൊടുന്നത്? അമ്മയ്ക്കല്ലായിരുന്ന സങ്കടം ഞാൻ ഈ വീട്ടിൽ കെട്ടാണ്ടിരുന്ന് പോവെന്ന്? ഇപ്പൊ അമ്മയുടെ വിഷമം മാറിയില്ലേ? എന്ന് കരുതി എട്ടും പൊട്ടും തിരിയാത്ത ചെക്കനെയാണോ കെട്ടിക്കൊണ്ട് വരുന്നത്? അയ്യോ, ഞാൻ ഈ നാട്ടുകാർ മൊത്തം എങ്ങനെ നോക്കും? അവിടെ കെട്ടിക്കൊണ്ട് വന്നേക്കുന്നു. അതിന് അമ്മയല്ലല്ലോ കെട്ടിയത്, ഞാനല്ലേ. ആ ബുദ്ധിമുട്ട് ഞാനങ്ങ് സഹിച്ചോളാം. ഇനി അമ്മ എന്നെ ഓർത്ത് വിഷമിക്കണ്ട, ഞാൻ എന്റെ കാര്യം നോക്കിക്കോളാം. അത് എന്റെ വീട്ടിൽ നടക്കൂല. ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളാം. ഞാൻ എവിടെയും പോകുന്നില്ല, ഇവിടെ തന്നെ നിൽക്കും. ഞാൻ സുമേഷിനെ വിളിക്കാം. നിങ്ങളെ സുമേഷിന്റെ വീട്ടിൽ പോയി നിന്നോ. അതെ സുമിത്രേ, എന്റെ അടുത്ത് ചാടി കയറാൻ വരുന്ന പോലെ ആ സുനിലിനെ മേക്കിട്ട് കയറരുത്. ആള് സൈലന്റ് ആയിരുന്നാലും അനുഗ്രഹം തരൂ. ഇല്ല, തള്ള പഴയ കരാട്ടയാന്ന് തോന്നുന്നു. ഇത് കുറച്ച് കടന്നുപോയല്ലോ. ചെക്കന് 23 വയസ്സും പെണ്ണിന് 33 വയസ്സും. സുമിനി ഓക്കെ അല്ലേ? അല്ല, ഈ പ്രായത്തിന്റെ ഒരു കൺഫ്യൂഷൻ ഞാൻ കാരണമാണോ എന്നുള്ളൊരു ഡൗട്ട്. അല്ല പെങ്ങളെ, നിനക്ക് 23 വയസ്സുകാരനെ കിട്ടിയോളോ കെട്ടാൻ? ഇതൊക്കെയല്ലേ സാർ ഇപ്പോഴത്തെ ഒരു ഫാഷൻ? ഇങ്ങനെ കുറെ ഇറങ്ങിക്കോളും പെണ്ണിന്റെ വില കളയാനായിട്ട്. നീ സ്കൂളിൽ പോകുന്ന വഴിക്ക് ഇവനെ പിടിച്ചോണ്ടോന്നാണോ? നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് ഇവനെ ഇങ്ങോട്ട് കൊടുന്നത്? എട്ടും പൊട്ടും തിരിയാത്ത ചെക്കനെയാണോ കെട്ടിക്കൊണ്ട് വരുന്നത്? അയ്യോ, ഞാൻ ഈ നാട്ടുകാർ മൊത്തം എങ്ങനെ നോക്കും? എന്താ സുനിലേ? ചൂടെടുക്കണ്. ഫാനുണ്ടോ? ഫാനില്ല. എന്താ സുനിലേ? വെള്ളം ദാഹിക്കണ്.
എനിക്ക് വേണ്ട. വേണ്ടേ? നിങ്ങളുടെ ഈ ശുശുവിളി ഒന്ന് നിർത്തിയാലേ മനുഷ്യൻ ഇച്ചിരി കിടന്ന് ഉറങ്ങായിരുന്നു. അവന്റെ ഒരു ശുശു. ഈ തളക്ക് ഉറക്കൂല. ഹലോ സുമി, നീ 2 ദിവസത്തെ ലീവ് അപ്ലൈ ചെയ്തിരുന്നില്ലേ? അത് രാഘവൻ സാർ റിജക്ട് ചെയ്തു. നിന്നോട് ഇന്ന് തന്നെ വരാനാ പറയണേ. ഓക്കെ രവി, ഞാൻ വരാം. സുനിലെന്നാ ജോലിക്ക് പോന്നെ? അത് കല്യാണം പ്രമാണിച്ച് കുറച്ച് ദിവസത്തേക്ക് ലീവ് എടുത്താ ഉടൻ തന്നെ ജോയിൻ ചെയ്യേണ്ടി വരും. അപ്പൊ മൊത്തത്തിൽ പണി പാളിരിക്കുവല്ലേ? ആടാ, ലോണിന്റെ കാര്യവും ഹുദാ ഹവ അല്ലേ? ഞങ്ങളന്ന് ബാങ്കിൽ അവരോട് ട്രിപ്പ് പോയപ്പം എല്ലാരും വെറുപ്പിച്ച്, അതുകൊണ്ട് ആ പരിപാടി നടക്കൂല. നല്ലത്. എടാ അതെ, ഞാൻ ഒരു കാര്യം മോനെ, എടാ ഒരു ഐഡിയ ഉണ്ട്. എന്താണ്? എടാ സുഖേട്ടൻ, എടാ പുള്ളി കോട്ടയത്തല്ലേ ഉള്ളേ, നീ പുള്ളിയെ പോയി കാണു. പുള്ളി അവിടെ വൺ സെറ്റപ്പിലല്ലേ, പുള്ളി എന്തെങ്കിലും ഐഡിയ പറഞ്ഞായിരിക്കൂല. എടാ നീ ഒരു കാര്യം ചെയ്യ്, നീ പെട്ടെന്ന് പുള്ളിയുടെ അഡ്രസ്സാ നമ്പർ എന്തേലും ഒപ്പിച്ചാ. ആ അത് ഞാൻ എങ്ങനെയും ഒപ്പിച്ചുതരാം. ഡോണ്ട് വറി മൈ ബോയ്. സുഖേട്ടാ. സുനിലേ, സുനിലേ, ആ എന്താ സുമി? എപ്പോഴാ ജോലിക്ക് ജോയിൻ ചെയ്യുന്നേ? അത് ലീവ് തീരാറായി, കമ്പനി നേരെ തിരക്കണ്ടേ. നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ് റെഡി ആയിട്ടുണ്ട്. മറ്റന്നാൾ പോയി വാങ്ങാൻ പറ്റുമോ? എനിക്ക് ലീവ് കിട്ടുന്നില്ല. ആ ഞാൻ പോ. കോൾ അളിയ പറയടാ, എന്തായി? എടാ മോനെ, നിനക്ക് ഞാൻ സുഖേട്ടൻ്റെ അഡ്രസ് അയച്ചിട്ടുണ്ട്. നീ ആദ്യം തന്നെ അന്വേഷിച്ചാൽ മതി. ഓക്കട മുത്തേ, ശരി എന്നാ. ഓക്കെ. കണ്ടില്ലേ, കമ്പനിനെ വിളിച്ചേ, ഭയങ്കര തിരക്ക്. മീറ്റിംഗ്, അർജന്റ് മീറ്റിംഗ്. സുമി ആ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറഞ്ഞില്ലേ? സുമി പൊക്കോളൂ. കുഴപ്പമില്ലല്ലോ, ഞാൻ വന്നിട്ട് പോണോ? വേണ്ട, ഓക്കെ അല്ലേ? ഓക്കെടാ. ചേട്ടാ ഒരു കുലുക്കി. ആ മോനെ, സുഖേട്ടാ. നീയാ? എന്താടാ? എന്തേ? മോനെ സുഖേട്ടാ, നിങ്ങൾ അവിടെ ഒപ്പിച്ച്. ഇത് അവളുടെ ഒരു ഗിഫ്റ്റടാ. ഏത്? മറ്റേ ചേച്ചിയാ? നിങ്ങൾ നൈസായിട്ട് അവളങ്ങ് സെറ്റ് ആക്കിയില്ലേ? ഒരു റൈഡ് പോവാം. വരുന്നാ? വരട്ടെ. കേറ്. എന്റെ അമ്മ, അവന്റെ ഒരു ഭാഗ്യം നോക്കി. അപ്പൊ പിന്നെ കാണാം. സ്പീഡ് പേടിയില്ലല്ലോ. എനിക്ക് സുഖേട്ട വിഷയം. പോക നോക്കിയടാ. ഈ പോക്ക് പോയ ഇയാൾ ആ പണച്ചാക്കിനെ കെട്ടും. എന്ത് ചൈതന്യൂടാ. നിനക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ഇനിയിപ്പോ എന്താ നിന്റെ അടുത്ത പരിപാടി? പരിപാടിയൊന്നും ഇല്ലാത്തോണ്ടല്ലേ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് സുഖേട്ടാ. നീ എന്നെ കുറിച്ച് എന്താ കേട്ടതെന്നൊന്നും എനിക്കറിയില്ല. എന്റെ അവസ്ഥ ഇതൊക്കെയാ. അല്ല, നാട്ടില് നിങ്ങളെ പറ്റി ഭയങ്കര ടോപ്പായിട്ടാണല്ലോ. മോങ്ങാണ്ടി, എന്റെ ലെവല് നീ കണ്ടല്ലോ. നിന്നോട് ഞാനൊരു സത്യം പറയാലോ, ഞാനന്ന് നാട് വിട്ടാടാ. ഞാൻ പ്രേമിച്ച പെണ്ണില്ലേ, അവള് വേറെ കെട്ടിയതാർന്നടാ. അവളെ കെട്ടിയൊന്ന് തിരിച്ചു വന്ന് ഞങ്ങൾ രണ്ടിനെയും പൊക്കി. അപ്പൊ ഞാൻ സ്ഥലം വിട്ടു. ഈയിടെ സുഖേട്ട താനെന്ത്? നീ ഇനി ഇത് തൽക്കാലം വേറെ ആരോടും പറയാൻ നിൽക്കണ്ട. നീ ആ പെണ്ണിന്റെ ചെലവിൽ ജീവിക്കാണ്ട് എങ്ങനെയെങ്കിലും ബാക്കി പേപ്പർ എഴുതിയെടുത്ത് ഒരു ജോലി ഒപ്പിക്കാൻ നോക്ക്. അല്ലെങ്കിൽ ജീവിതം എന്നെ പോലെ കുലുക്കിയടിച്ച് തീർക്കേണ്ടി വരൂട്ടാ.
പഠിപ്പ് വേണം ബാവേ, അല്ലെങ്കിൽ ജീവിതം ഏണേ കോണേ ത്രികോണേ എന്നായി പോകും. എടാ സുഖോ വന്ന് കുലുക്കടാ. കണ്ടില്ലേ, ഇതാണ് എൻ്റെ അവസ്ഥ. അപ്പോ കേട്ടാ മീറ്റിംഗ് എന്തായി? എന്ത് മീറ്റിംഗ്? ഓഫീസിൽ മീറ്റിംഗ് ഉണ്ടെന്നല്ലേ സുനിൽ ആ പറഞ്ഞു? അടിപൊളിയായിരുന്നു, സൂപ്പർ. സുനിൽ ശരിക്കും ജോലിക്ക് പോയോ? ആ പോയി. ഞായറാഴ്ചയോ? ആ. ഇൻഫോ പാർക്കിൽ ഏത് കമ്പനിയല്ല ജോലി ചെയ്യുന്നു പറഞ്ഞേ? ഇൻഫോ പാർക്ക്, ടെക്നോ പാർക്കിൽ. ടെക്നോ പാർക്ക് ട്രിവാൻഡ്രത്തല്ലേ? അത് ഞങ്ങളുടെ ഇവിടെ ഒരു ബ്രാഞ്ച് ഉണ്ടല്ലോ, ഐ. എവിടെ? കോട്ടയത്തോ? ആ കോട്ടയത്ത് നമ്മുടെ ഒരു ബ്രിഡ്ജില്ലേ, അതിന്റെ തൊട്ട് സൈഡിലുള്ള ബിൽഡിങ്ങിന്റെ പുറകിൽ ഞങ്ങളുടെ ബ്രാഞ്ച്. കൊച്ചി ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യുന്ന സുനില് കോട്ടയം ടൗണിൽ കൂടെ നിനക്ക് അറിയാൻ നടക്കുന്നേ? സത്യം പറ, എന്നോട് കള്ളം പറഞ്ഞല്ലേ? സുനിൽ ശരിക്കും ജോലിയുണ്ടോ? പണ്ടോട്ടെ ഞാൻ എല്ലാവരുടെ മുന്നിൽ തോറ്റവനാണ് സുമി. ഇപ്പതേ സുമിയുടെ മുന്നിലും. എൻ്റെ അച്ഛനും ചേട്ടനും ഒക്കെ എന്നെ ഒറ്റപ്പെടുത്തിയിട്ടുള്ളൂ. ചെറുപ്പം പോലെ ചേട്ടനെ പോലെ ആവ്, ചേട്ടനെ പോലെ പഠിക്ക്. ഞാൻ എൻ്റെ ചേട്ടനല്ല, ഞാനല്ലേ സുമി? അല്ലേ സുമി? എൻ്റെ ആഗ്രഹം എന്താണെന്ന് അറിയോ സുമിക്ക്? പഠിച്ചൊരു ബിസിനസ്സുകാരനാണോ. എന്നെ എന്തിനാ അവർ വിട്ടത്? എൻജിനീയറിങ്. ഞാൻ പൊട്ടി. തെറ്റാണോ? എനിക്കറിയില്ല, തെറ്റായിരിക്കും സുമിയുടെ മുന്നിൽ. ബട്ട് എൻ്റെ മുന്നിൽ അത് ഐ വാണ്ട് മൈ ഡ്രീം, ഐ ലൈക്ക് മൈ ഡ്രീം. എനിക്കത് അച്ചീവ് ചെയ്യണോ സുമി? ഇപ്പം അന്ന് അവരെന്നെ പഠിപ്പിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ സുമിയുടെ മുന്നിൽ ഒരു ബിഗ് പേഴ്സൺ ആയിട്ട് നിന്നേനെ. ബട്ട് ഞാൻ തോറ്റു. സുമി, ഐ എം സോറി. കാണുമോ? ആര് പറഞ്ഞു സുനിൽ തോറ്റവനാണെന്ന്? എന്നെ കല്യാണം കഴിച്ചോണ്ട് സുനിലിന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒന്നും നടക്കാതെ പോകരുത്. അത് ഞാൻ നടത്തിത്തരും. ഇനി മുതല് സുനിലിന്റെ ആഗ്രഹങ്ങൾ എന്റെയും കൂടിയാ.